Assalamualaikum. Hey guys. Welcome to our channel Ahalia's World. So this is the first long video. അതെ, നമ്മൾ ഇന്നൊരു ചലഞ്ച് ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ ഫസ്റ്റ് വീഡിയോയിൽ തന്നെ. അപ്പോൾ നമ്മുടെ ചലഞ്ചിന്റെ പേരാണ് 7 സെക്കൻഡ് ചലഞ്ച്. അപ്പോൾ ഈ ചലഞ്ച് നിങ്ങൾ ഓൾമോസ്റ്റ് ഒക്കെ കേട്ടിട്ടുണ്ടാവും, പേര് കേൾക്കുമ്പോഴും അറിയാൻ പറ്റും. അതായത് നമ്മൾ പറയുന്ന ഒരു ടാസ്ക് 7 സെക്കൻഡിനുള്ളിൽ തീർക്കണം. അതായത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ആൻസർ 7 സെക്കൻഡ്സിനുള്ളിൽ പറയണം. അതാണ് നമ്മുടെ ടാസ്ക്. അപ്പോൾ നമ്മൾ ടൈം നോക്കാൻ പോണത് ഈ വാച്ചിലാണ്. ഇതിൽ ടൈമർ ഉണ്ട്. ഇതിൽ നമുക്ക് ടൈമർ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ നോക്കാൻ പോണത്. ഓക്കെ, അപ്പോൾ സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരാം. അതായത് എൻ്റെ പേര് അഹ്ന എന്നാണ്. എൻ്റെ പേര് ആലിയ എന്നാണ്. സോ ഞങ്ങളെ രണ്ടുപേരും പേര് മിക്സ് ആക്കിയിട്ടാണ് അഹാലിയാസ് വേൾഡ് എന്ന് ചാനൽ പേരിട്ടിരിക്കുന്നത്. അഹാലിയ എന്ന് ആരുടെയും പേരല്ല കേട്ടോ. ഞങ്ങൾ രണ്ടുപേരുടെ പേര് അഹാലിയ എന്നല്ല, അഹ്ന ആൻഡ് ആലിയ. ഓക്കെ, സോ നമുക്ക് ചാലഞ്ചിലോട്ട് പോവാം. സോ ഞാനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ആലിയനോടാണ്. 7 സെക്കൻഡിനുള്ളിൽ വേണം ആലിയനുള്ള ആൻസർ പറയാനായി. സോ ഫസ്റ്റ് ഞാൻ ആലിയനോട് ചോദിക്കാൻ പോവാണ്. അപ്പോൾ ടൈമറൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചോദിക്കാം. ആലി പറയേണ്ടത് നെയിം ഓഫ് 4 ഫ്രൂട്ട്സ് വിച്ച് ഹാവ് റെഡ് കളർ. ഇൻസൈഡ് ആയിക്കോട്ടെ ഔട്ട്സൈഡ് ആയിക്കോട്ടെ. ഓക്കെ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. സ്ട്രോബെറി, ആപ്പിൾ, ചെറി, വാട്ടർമെലൺ. അപ്പോൾ എൻ്റെ കയ്യിൽ എത്ര സമയമായി? സോ ആലി 2 സെക്കൻഡ് എടുത്തോളൂ. 2 മിനിറ്റ് അല്ല, 2 സെക്കൻഡ് എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇതിൽ 5 ഒക്കെ പോലെ ഉണ്ട്. സോ 2 ആണ് കേട്ടോ. 2 സെക്കൻഡ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ആലിയക്ക് 1 പോയിന്റ് ഇട്ടേക്ക്. അപ്പോൾ ഞാൻ ടൈം ശരിയാക്കിയിട്ടും. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ടൈം ശരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി ഇതിൻ്റെ അടുത്ത ചോദ്യമാണ് ചോദിക്കാനുള്ളത്. ഇരിക്കുന്ന ആ സ്ഥലത്ത് ഒരു 5 ബ്ലാക്ക് സാധനങ്ങൾ. നമ്മളിപ്പോൾ ഇരിക്കണോടത്താണോ? ഇപ്പം ഇരിക്കുന്ന ആ റൂമിൽ ഇവിടെ കുറച്ച് ബ്ലാക്ക് സാധനങ്ങളുണ്ട്. ഈ ബ്ലാക്ക് 5 സാധനങ്ങൾ 7 സെക്കൻഡ്സിൻ്റെ ഉള്ളിൽ ചെയ്യണം. കാരണം ഇത് ഈസിയാണ്, കുറേ ഉണ്ട്. അപ്പോൾ വേഗം പറയാം. അതുകൊണ്ട് 5 എണ്ണം പറയാം. അപ്പോൾ ഇതിലില്ലെങ്കിലും കാണാൻ പറ്റുന്നത് അല്ലെങ്കിൽ കാണാൻ പറ്റാത്തതെന്ന് പറയാൻ പറ്റില്ല. ഈ റൂമിലുണ്ടാവും. ഈ റൂമിലാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. Your time start now. TV, സ്പീക്കർ, TV യൂണിറ്റിന്റെ ഡോറ്, കീ, ഇനി വാട്ടർ ബോട്ടിലിന്റെ ഈ ബ്ലാക്ക് കളർ. അടുത്ത ഞാൻ അവളോട് നിൽക്കണം. അപ്പൊ എനിക്കൊരു പോയിന്റ്, ആൾക്കൊരു പോയിന്റ് കിട്ടാം. അപ്പൊ അടുത്ത ചോദ്യം A മുതൽ G വരെ. ഓക്കെ, ലെറ്റർ A മുതൽ G വരെ റിവേഴ്സ് ആയിട്ട് പറയണം. G മുതൽ A അങ്ങനെ പറയണം. 7 സെക്കൻഡ്സ് ഉള്ളൂ. അല്ലല്ല, G മുതൽ A വരെ. ഓക്കെ, റിവേഴ്സ് ആയിട്ട് പറയണേ. Your time starts now. G F E D C B A. 3 seconds. ഞാനിത് അവിടെ തെറ്റിക്കുന്നു വിചാരിച്ചു, പക്ഷേ 3 സെക്കൻഡ് എടുത്തോട്ടുള്ളൂ. ശരിയാണോ? ഓക്കെ, G A B C D E F G A B C D E F A B C D. അപ്പോൾ ശരിയാണ് ഞാൻ പറഞ്ഞത്. ശരിയാണ്. ഞാനത് തെറ്റിക്കുന്നു വിചാരിച്ചാണ്, പക്ഷെ ശരിയാക്കി. അപ്പോൾ ഞാൻ ചോദിക്കാൻ പോകുന്ന അടുത്ത പാലയൊക്കെ വേണ്ടേ? ഞാൻ ചോദിക്കാൻ പോകുന്നത് അപ്പോൾ അടുത്തത് ആലിയാണ് എൻ്റെ അടുത്ത് ചോദിക്കാൻ പോകുന്നത്. ഓക്കെ, ഞാനാണ് ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു ലെറ്റർ പറയും. ഈ ലെറ്റർ പറയാൻ 3 ഫ്രൂട്ട്സ് പറയണം. 3 ഫ്രൂട്ട്സ് പറയണം. ഫ്രൂട്ട്സ് ആണ് പറയുന്നത്. 3 എണ്ണം ഫ്രൂട്ട്സ് പറയണം. അപ്പോൾ ഫ്രൂട്ട്സ്, അപ്പോൾ ലെറ്റർ P. അപ്പോൾ ടൈം സ്റ്റാർട്ട് നൗ. പപ്പായ, പൈനാപ്പിൾ, പൊമഗ്രനേറ്റ്. ശരിക്കും 4 എണ്ണം വെച്ചായിരുന്നു. പാഷൻ ഫ്രൂട്ട് ഉണ്ടായിരുന്നല്ലോ. ഇത് പറയാം. ഇതൊന്നും ഉണ്ടാവുന്നു.
ആലോചിക്കുന്നത് ശരിക്കും 3 എണ്ണൊക്കെ അറിയില്ല 2 എണ്ണൊക്കെ അറിയില്ല എനിക്ക് പപ്പായ പൈനാപ്പിൾ പെട്ടെന്ന് കിട്ടി. എനിക്ക് pomegranate പക്ഷെ തോറ്റ് വെച്ചേ 8 സെക്കൻഡ്സ് പിടിച്ചു 8 സെക്കൻഡാ 8 സെക്കൻഡ്സ് പിടിച്ചു അതെങ്ങനെയാ 8 സെക്കൻഡ് പിടിച്ചു പെട്ടെന്ന് പറഞ്ഞല്ലോ ഗൈസ്. അപ്പൊ തോറ്റേന് പണിഷ്മെന്റ് ഉണ്ടെന്ന് പറയും. 1 സെക്കൻഡ് ലേറ്റ് ആയുള്ളൂ 8 സെക്കൻഡ്. അപ്പം തോറ്റേന് പണിഷ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് അതെടുക്കാൻ പോയിക്കാണ്. അപ്പൊ നമുക്ക് പണിഷ്മെന്റ് ഉണ്ട്. പണിഷ്മെന്റ് എന്താന്ന് വെച്ചാൽ കൺവേഴ്സ് വെച്ച് ഞങ്ങൾ എന്ത് മീശ അല്ലെങ്കിൽ ഒരു ഡോട്ടല വരയ്ക്കണം. അതാണ് ഞങ്ങളുടെ പണിഷ്മെന്റ്. മീശ വരച്ചാലോ എന്താ ഡോട്ട് മതി ഡോട്ട് മതി. എനിക്കത് ഐഡിയ അപ്പൊ ഞങ്ങള് അടുത്ത വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോണം. അപ്പൊ ഞങ്ങൾ ടൈമേഴ്സ് എടുത്തിട്ടുണ്ട്. അടുത്തത് അപ്പൊ ഞാനല്ലേ ചോദിക്കണേ. ഞാനാണ് ചോദിക്കേണ്ടത്. അടുത്ത ഞാനാണ് ചോദിക്കേണ്ടത്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. അതായത് ഈ വീട്ടിലിരിക്കുന്ന ഈസി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ വീട്ടിലിരിക്കണ 7 ഇലക്ട്രോണിക് ഡിവൈസസ് പറയണം. ടൈം സ്റ്റാർട്ട്സ് നൗ. ടിവി പിന്നെ ഫോണ് പിന്നെ ചാർജർ 4 പറഞ്ഞു ശരിക്കും 9 സെക്കൻഡ് ആണ് കേട്ടോ എടുത്തത്. പക്ഷെ ഇതിപ്പം ഞാൻ നിർത്തി 11 ആയതാണ്. 9 സെക്കൻഡ് എടുത്തോളൂ ശരിക്കും. പക്ഷെ എന്തായാലും ഓക്കെ. അപ്പൊ നമ്മുടെ പണിഷ്മെന്റ് തന്നെ ഞാൻ പറയാൻ പോണം. എനിക്ക് ഒരു ബ്രൗൺ സാധനം 5 എണ്ണം 7 സെക്കൻഡിൽ പറഞ്ഞു. ബ്രൗൺ സാധനം വെയിറ്റ്. അപ്പൊ യുവർ ടൈം സ്റ്റാർട്ട് നൗ. ടിവിന്റെ മുകളിൽ ബ്രൗൺ പിന്നെ ബ്രൗൺ കളർ ആയതിൽ കുറച്ച് എഴുതിയത് പിന്നെ ബ്രൗൺ ഈ ലെഡ്ജ് പോലത്തെ സാധനം ബ്രൗൺ കളർ ക്ലോക്ക് പിന്നെ ബ്രൗൺ ടെഡി ബിയർ ബ്രൗൺ 5 എണ്ണല്ലേ 5 എണ്ണല്ലേ 5 6 ഞാൻ പറഞ്ഞു. ഉള്ളത് ആർക്ക് ഈ പ്രാവശ്യം കിട്ടിയതെങ്കിൽ ഈ മീശ ശരിക്കും അടുത്ത് വരാൻ പറയട്ടോ. മീശാണ് നമുക്ക് ഈ സംഭവമില്ലേ അത് ചെയ്യാം. ഓക്കെ. സോ നമുക്ക് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 7 സെക്കൻഡിനുള്ളിൽ 4 കാർട്ടൂൺസിന്റെ പേര് പറയണം. ഇംഗ്ലീഷ് കാർട്ടൂൺസ്. Your time starts now. Peppa Pig, Masha Bear, Lambote, Zigga Shark. Okay. 6 seconds. പിടിച്ചു guys. Okay. അപ്പൊ ഇതിൽ ജയിച്ചു. Okay. ഞാൻ എറിഞ്ഞു ഓടും. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത് എൻ്റെ ഒരു 4 ഫേവറേറ്റ് കളർ കുറെ കണ്ട്. പക്ഷെ എൻ്റെ 4 ഫേവറേറ്റ് കളർ 4. എനിക്ക് തോന്നുന്നു ഒരെണ്ണം അറിയായിരിക്കും. പക്ഷെ എനിക്ക് 4 എണ്ണം ഇഷ്ടമാണ്. അപ്പൊ യുവർ ടൈം സ്റ്റാർട്ട് നൗ. പർപ്പിൾ യെല്ലോ വൈറ്റ് പിങ്ക് ഗ്രീൻ ഓറഞ്ച് റെഡ്. 7 സെക്കൻഡ് ആയി. ഇത് 7 സെക്കൻഡ് ആയിട്ടുള്ളൂ. പക്ഷെ ഇതൊന്നും വെക്കല്ല. ആകെ ബ്ലൂ പറയാം. ഇല്ല ഗ്രീന് പർപ്പിൾ ഇത് ശരിയാ. ഡാർക്ക് ബ്ലൂ പിന്നെ പീച്ച് എന്ന് പറഞ്ഞു. നല്ല ഹാർഡ് ഞാൻ
കണ്ടുപിടിച്ചു. എനിക്ക് 4 കളർ പറയാൻ പറഞ്ഞു, പക്ഷെ എനിക്ക് പർപ്പിൾ മാത്രം കൃത്യം ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറേ കളേഴ്സ് പറഞ്ഞു, പക്ഷെ അതൊന്നും ശരിയല്ല. അങ്ങ് പർപ്പിൾ പക്ഷെ ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. പക്ഷെ ഇതെല്ലാം തെറ്റായാണ്. ഗ്രീൻ കൂട്ടൂല്ലോ, ഒരെണ്ണം പറഞ്ഞു കൊടുക്കാണ് ഇത് കൈയോണ്ട്. അപ്പൊ നമുക്ക് പത്ത് വെക്കണ്ടേ? അത് ഒത്തല്ല, മുക്കുത്തി എടുക്കണ്ടേ? ആ മാറ് എന്നിട്ടൊരു പൈററ്റ് ഇരിക്കുന്നു. രീതിന് മകഷ്ടി ഒറ്റതോ പേപ്പർ മാതിരി വരച്ചിട്ടിട്ടുണ്ട്. സൂപ്പർ. അപ്പൊ ഗൈസ്, നമ്മുടെ ചലഞ്ച് ഇതോടെ അവസാനിച്ചിരിക്കുന്നു. അടിപൊളിയാണ്. പക്ഷെ എന്തെങ്കിലും വരച്ചിട്ടുണ്ട്. പക്ഷെ ഇത് ഒരെണ്ണായി. അവൾക്ക് ആകെ ഒരു താടി ആയിട്ടുള്ളൂ. എനിക്കിപ്പോ എല്ലാം ആയിട്ടുണ്ട്. മീശയായി, താടിയായി, പിന്നെ ഇവിടെ എന്തൊക്കെയോ വരച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ എല്ലാ ചോദ്യത്തില് ഗൈസ്, ഇതാണ് നമ്മുടെ വീഡിയോ. ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. സോ ഹോപ്പ് യു ലൈക്ക്. സോ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്. അപ്പോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സോ ദാറ്റ്സ് അവർ 7 second challenge. So bye. ബൈ.